നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ക്ഷണിക്കാത്തതിനെ ചൊല്ലി ഡോക്ടർ ശശി തരൂർ എം പി ഉയർത്തിയ വിവാദം അവഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വം. വിവാദത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്നാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. ശശി തരൂർ വിവാദം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. ഉപതെരഞ്ഞെടുപ്പ് ദിവസം അഭിപ്രായ വ്യത്യാസം തുറന്നു പറഞ്ഞ ശശി തരൂർ രീതിയോട് കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ആലോചനയിൽ പോലും തന്റെ പേര് വന്നില്ലെന്ന ശശി തരൂരിന്റെ പരാതിയെ താരപ്രചാരകരുടെ പട്ടികയിൽ തരൂരിന്റെ പേരുണ്ടെന്ന രേഖ പുറത്തുവിട്ടാണ് പ്രതിരോധിച്ചത്. എന്നാൽ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രതികരണം നടത്തിയ ശശി തരൂരിന് മറ്റു ചില താല്പര്യങ്ങളുണ്ടെന്നാണ് നേതാക്കളിൽ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. പക്ഷേ തരൂരിന്റെ പരാതികളെ അവഗണിക്കാനാണ് നിലവിൽ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ശശി തരൂരിന്റെ ഇടയ്ക്ക് ഒരു വിമർശനമായി അദ്ദേഹത്തിന്റെ ഒരു നീരസം വെളിപ്പെടുത്തിയില്ല. അത് അത്ര ശക്തപ്പെട്ടൊന്നും വന്നില്ല, ശക്തമായില്ല. ശശി തരൂരുമായി സംസ്ഥാന നേതൃത്വത്തിന് പ്രശ്നങ്ങളില്ലെന്നും തരൂർ തിരക്കിലല്ലായിരുന്നുവെങ്കിൽ പ്രചാരണത്തിന് ക്ഷണിക്കുമായിരുന്നുവെന്നും കെ മുരളീധരൻ. അദ്ദേഹം അവൈലബിൾ ആണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ബന്ധപ്പെടാതിരുന്നത്. നേരെ മറിച്ച് അദ്ദേഹം അവൈലബിൾ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ഷണിക്കുമായിരുന്നു. ഏതായാലും ഒരു കാര്യം ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കി, എല്ലാ ഊഹാപോഹങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ ഉറച്ചു നിൽക്കും, അവശേഷിച്ച വർഷം തിരുവനന്തപുരത്തിൻ്റെ MP എന്നുള്ള നിലയിൽ പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതിയ വിവാദത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന നേതാക്കൾക്ക് കർശന നിർദ്ദേശമുണ്ട്. താരപ്രചാരയുടെ പട്ടികയിൽ പേരുൾപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് പരിപാടികൾക്ക് ക്ഷണിച്ചില്ലെന്നാണ് ശശി തരൂർ ക്യാമ്പിന്റെ മറുചോദ്യം. BJP-യിലേക്ക് പോകുമെന്ന പ്രചാരണങ്ങളെ ശശി തരൂർ തള്ളിയത് ആശ്വാസമാണെങ്കിലും പുതിയ വിവാദം കോൺഗ്രസിന് തലവേദനയാണ്. 24 തിരുവനന്തപുരം.